റിപ്പോർട്ട് ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ കെ.സി. വേണുഗോപാൽ. കേരളത്തിൽ കെ.സിക്കെതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമെന്ന് ദീപദാസ് മുൻഷി നേതൃത്വത്തെ അറിയിച്ചു. കഷ്ടം. ഇവരുടെയൊക്കെ തനി നിറം ഇപ്പം എന്തായാലും ജനങ്ങൾക്ക് വ്യക്തമായി കാണും. ഇതിങ്ങനെയേ വരത്തുള്ളൂ. കാരണം ഇലക്ഷന് മുമ്പ് വലിയൊരു ബഹളം നടന്നതാണ്. സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കവും ബഹളവും നടന്നതാണ്. ഇപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലവാരം എത്രത്തോളമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി കാണും. അധികാരമോഹികൾ മാത്രമാണ് അതിനകത്തുള്ളത്. ഒരെണ്ണത്തിനെയും കൊണ്ടും ഒന്നിനും കഴിവില്ലെങ്കിലും എല്ലാത്തിനും അധികാരം വേണം. ഒരു ഗുണവും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയാണ് ഈ കോൺഗ്രസിലുള്ള മിക്ക അധികാരികളും. എല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്നാണ് പറയുന്നത്. എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ മാത്രമേ മുഖ്യമന്ത്രിയാക്കാൻ പറ്റത്തുള്ളൂ അത്രേ. ഇയാൾക്കൊക്കെ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്. ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അയാൾ ആ MP സ്ഥാനം തന്നെ തുടരും. കാരണം അയാളെ MP ആയിട്ട് ജയിപ്പിച്ച് വിട്ട ജനങ്ങളെ ഇപ്പൊ വെറും വിഡ്ഢികളും മണ്ടന്മാരും അല്ലേ ആക്കിയേക്കുന്നത്. ഇതേ കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞത് MP-മാരും മത്സരിക്കണ്ട എന്ന്. എന്നിട്ട് MP-മാരെ മത്സരിപ്പിക്കാതെ ഇവിടെ ബാക്കിയുള്ളവരെ നിർത്തി MLA-മാരാക്കിയിട്ട് ആ MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രിയാക്കാൻ വയ്യ. MP-യെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കണം. അത് എവിടുത്തെ നിയമമാണ്? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാലിനെ ഇത്രയും MLA-മാര് പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? കൈയിട്ട് വാരാമെന്ന് പറഞ്ഞു കാണും. അല്ലാതെ എന്തിനാണ് ഇത്രയും MLA-മാര് പിന്തുണയ്ക്കുന്നത്? ഇങ്ങനെ വാശി കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ജനങ്ങളും അങ്ങ് വാശി കാണിക്കും. ഈ ഒരു വാർത്തയുടെ കമന്റ് സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ജനങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളുടെ വാശിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. അത് പിണറായി സർക്കാരിന് മനസ്സിലായി. കുറച്ച് പിണറായി സർക്കാരിനോടുള്ള ആ ഒരു ദേഷ്യവും വിയോജിപ്പും ഒക്കെയാണ് UDF-ന് ഇതായിട്ട് വന്നത്. കാരണം UDF അതുകൊണ്ട് ലക്കിയായി. പിന്നെ VD സതീശന്റെ കുറെ നിലപാടുകളും അദ്ദേഹത്തിന്റെ കുറെ സ്ട്രാറ്റജിയും കുറെയൊക്കെ ഏകദേശമൊക്കെ സക്സസിന് വേണ്ടിയിട്ട് കാരണമായി. അങ്ങനെ ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞതുപോലെ UDF ജയിച്ചപ്പോൾ ഇവന്മാരുടെയൊക്കെ തനിക്കൊണം ഇതാണ്: അധികാരമോഹികൾ. എല്ലാത്തിനും അധികാരം വേണം, എല്ലാത്തിനും മന്ത്രി കസേര വേണം. നാണം ഉണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ ഇവർക്ക് ജനങ്ങളോട് യാതൊരു രീതിയിലുള്ള താല്പര്യവുമില്ല, ജനങ്ങളോട് ഒരു സ്നേഹവും ഇല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. കോൺഗ്രസ് രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പാർട്ടിയാണ്. ജനാധിപത്യത്തിന് ഇത്രയും മൂല്യം കൊടുക്കുന്ന വേറൊരു പാർട്ടി ഇല്ലെന്നാണ് ഇവർ നാഴികയ്ക്ക് 40 വട്ടവും വിളിച്ചു കൂവുന്നത്. എന്നിട്ട് ജനാധിപത്യത്തിന് എന്ത് മൂല്യമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ കെ.സി. വേണുഗോപാല് മത്സരിച്ച് MLA ആയിരുന്നെന്നുണ്ടെങ്കിൽ അയാളെ ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് യോജിക്കാമായിരുന്നു. ഇപ്പൊ അയാൾ MP ആണ്. ആ MP സ്ഥാനം തുടർന്നുകൊണ്ട് പോവുക. ജനങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് താങ്കൾക്ക് വോട്ട് ചെയ്തത്. ഇപ്പൊ അവസാനം ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇയാൾ മന്ത്രിയായി കഴിഞ്ഞ് കൂടിപ്പോയ 6 മാസം മന്ത്രിയാവും. അത് കഴിയുമ്പോൾ എലക്ഷൻ വരും. എലക്ഷൻ കഴിയുമ്പോൾ ഇയാളെ 8 നിലയിൽ ജനങ്ങൾ തോപ്പിക്കും. അതിനെക്കാട്ട് വലിയ നാണക്കേട് കോൺഗ്രസ് പാർട്ടിക്ക് വരാനുണ്ടോ? സത്യത്തിൽ ഏറ്റവും വലിയ ഗതികെട്ടവർ ആരാണെന്ന് അറിയാമോ? കേരളത്തിലെ ജനങ്ങളാ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനങ്ങളെക്കാട്ടിൽ ഗതികെട്ട ജനങ്ങളുള്ളത് ഈ കേരളത്തിലെ ജനങ്ങളാ. ഒന്നിൽ നിന്ന് എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എടുത്തിട്ട അവസ്ഥയായി ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക്. ഒരിടത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത ആൾക്കാരെ വിജയിപ്പിച്ചു വിട്ടതാണ്. ഇപ്പൊ അവസാനം എന്തുവായി? അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട എങ്ങനെയാണെന്ന് ഇനി 5 വർഷം കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ അധികാരമോഹികളുടെയൊക്കെ എടുത്തുനിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഈ ജന്തുക്കളെ എല്ലാം അടിച്ചിറക്കി കേരളത്തിൽ ശുദ്ധികലശം നടത്തി കഴിഞ്ഞാൽ കേരളം നന്നാവും. ഇപ്പം KSRTCയുടെ ഒരു കാര്യത്തിൽ അതിനകത്തൊക്കെ ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങളിലൊക്കെ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി. KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര. ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. കാരണം KSRTCയെ ഒന്ന് കരകയറ്റിക്കൊണ്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു ഫ്രീ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് കേരളത്തിലെ എനിക്ക് തോന്നുന്നു പകുതിയും സ്ത്രീകളാണ്. നമ്മൾ കേരളത്തിലെ ജനസംഖ്യ എടുത്തു നോക്കി കഴിയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അപ്പൊ ഈ സ്ത്രീകളില് പകുതിയും മുക്കാലും KSRTC ആശ്രയിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ KSRTCയിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. അപ്പൊ ഇത്രയും സ്ത്രീകളെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഫിനാൻഷ്യലി കുറച്ചും കൂടിയൊക്കെ ഒരു ഇൻഡിപെൻഡൻസി വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഉടനെ ഇത് പോസിബിൾ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് KSRTC പിന്നെയും പതനത്തിലേക്ക് പോകാനാണ് സാധ്യത. അങ്ങനെ പതനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സമരമായി, KSRTC ജീവനക്കാരുടെ സമരമായി, അത് വലിയ പ്രശ്നങ്ങളിലൊക്കെ കലാശിക്കും.
ഇപ്പം കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് KSRTC ജീവനക്കാരോട്. സ്ത്രീകളാണോ പുരുഷന്മാരാണോ ടിക്കറ്റ് എടുക്കുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ചിലപ്പം ഉടനെ ഒന്നും കാണത്തില്ലായിരിക്കും. കാരണം അത് പ്രകാരം എത്രത്തോളം സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യേണ്ടി വരും, അങ്ങനെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം നഷ്ടം വരും എന്നൊക്കെ കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. ഉടനെ ഒന്നും ഫ്രീ ആയിട്ട് യാത്രയൊന്നും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷെ ഒരു അനാവശ്യമാണെന്നാണ് എൻ്റെ ഒരു നിലപാട്. കാരണം തൽക്കാലം ഉടനെ അത് നടപ്പിലാക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അത് നടപ്പിലാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെന്താ, ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് ആര് മന്ത്രിയാകണമെന്നുള്ളതാണ്. സത്യത്തില് ജനങ്ങളുടെ നിലപാടിനും ജനങ്ങളുടെ താല്പര്യത്തിനും മൂല്യം കൊടുക്കുന്നവരാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക. ജനവികാരം എതിർപ്പാണ്, ജനങ്ങൾക്ക് മുഴുവനായിട്ട് എതിർപ്പാണ്. ജനങ്ങൾ മൊത്തത്തിൽ വെറുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വോട്ട് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് പലരും തലയെ കൈവച്ച് തുടങ്ങി. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളാണ് തള്ളിവിട്ടത്. എന്തിനാണ് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്നത്? ഇനി ഇതിനെ എതിർ പാർട്ടിക്കാർ ഒരു ആയുധമാക്കി സ്വീകരിക്കും. ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് LDF. പ്രതിപക്ഷത്തിരുത്താൻ കൊള്ളാത്തൊരു പാർട്ടിയാണ് LDF. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. സമരം ചെയ്ത് നമ്മളെ വശത്താക്കി കളയും. അങ്ങനത്തെ ആൾക്കാരാണ്. എപ്പോഴും പ്രതിപക്ഷത്തിരുത്താൻ കൊള്ളാത്തത് അവരെയാണ് കേട്ടോ. കാരണം നല്ല എതിർപ്പ് തരും. നമുക്ക് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവർ ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക്. ഇപ്പൊ എനിക്ക് തോന്നിയാൽ LDF എന്ന് പറയുന്ന ആ പാർട്ടിക്കാർക്കുള്ള ഒരേ ഒരു പ്രത്യേകത, അവർക്ക് കുറച്ച് ഒത്തൊരുമയുണ്ട്. അവരൊരു ലീഡറിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് ലീഡർ, എല്ലാവരും ഒത്തൊരുമിച്ച് അതാണ് ലീഡർ എന്ന് പറയും. ആ ഒത്തൊരുമ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 5 വർഷത്തിൽ മൊത്തത്തിൽ പോവും. ഇപ്പൊ ഈ LDFനോടുള്ള ആ ഒരു ദേഷ്യവും അവർ കാണിച്ചുകൊണ്ട് ഈ 10 വർഷം കൊണ്ട് ജനങ്ങളെ അടക്കി ഭരിച്ച ആ ഒരു വേദനയും വിഷമവും ബുദ്ധിമുട്ടും കാരണമാണ് ജനവികാരം തിരിച്ചായത്, റിവേഴ്സ് ആയത്. അത് നിങ്ങൾ ഓർക്കുക. ഈ രാഹുൽ ഗാന്ധി വലിയ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ഒക്കെ നടത്തുന്ന ആളാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഭയങ്കര വിവരമാണ്, വിദ്യാഭ്യാസമാണ്. എപ്പോഴും എല്ലാവരും നരേന്ദ്രമോദിയെ കളിയാക്കുന്നത്, നരേന്ദ്രമോദിക്ക് വിദ്യാഭ്യാസമില്ല, വിവരമില്ല, നരേന്ദ്രമോദിക്ക് എന്ത് യോഗ്യതയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പോലും ഇത്രയും പൊട്ടത്തരം കാണിക്കത്തില്ല. രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ പൊട്ടത്തരം കാണിക്കുന്നത്? അദ്ദേഹം ഇത്രയും നാളായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയില്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 തവണ ഇവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചതാണ്. ഇത്രയും നാളായിട്ടും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അടിത്തറ കിട്ടത്തില്ല. കാരണം അങ്ങനെ കുറച്ച് വിവരമുള്ള ആൾക്കാരാണ് കേരളത്തിൽ. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പോലെ അല്ലേ. ഇവിടെ താമര വാഴത്തില്ല, താമര വിരിയത്തില്ല എന്ന് പറഞ്ഞ് 3 താമര വിരിഞ്ഞു. അതും ജനങ്ങൾ മാറി ചിന്തിച്ചതാണ്. ഈ 3 താമര വിരിഞ്ഞതിൽ 3 പേരും അധികം വിവാദങ്ങളും പ്രശ്നങ്ങളും വർഗീയതയൊന്നും പ്രസംഗിക്കാത്ത ആൾക്കാരാണ്. അവരെയാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത്. നാളെ ആ രീതിയിൽ BJP ഒരു വലിയ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ BJPക്കാരെയും ജയിപ്പിക്കും. അപ്പൊ അതിനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇവിടുത്തെ കോൺഗ്രസ് സ്ട്രോങ് ആയില്ലെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ LDF സ്ട്രോങ് ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറിച്ചെറിയും ജനങ്ങൾ എപ്പോഴും. ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പം യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ വോട്ട് ചെയ്യുന്നത്, ജെൻസി വോട്ടേഴ്സ് ആണ്. അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എനിക്കൊന്നു അവരിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് തന്നെ VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു മന്ത്രി നമുക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അയാൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, അയാൾക്ക് എക്സ്പീരിയൻസ് കുറവാണ്, അതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. നമ്മളുടെ നോട്ടത്തിലുള്ള എക്സ്പീരിയൻസ് വേറെയാണ്. അല്ല നിങ്ങൾ പറയുന്നത് പോലെ ഈ മുതുക്കായിട്ടും വീട്ടിൽ കുത്തിയിരിക്കാതെ 10, 60, 70, 80 വയസ്സായിട്ട് വീട്ടിൽ കുത്തിയിരിക്കാതെ മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്നതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് അല്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ പൾസ് അറിയാവുന്നവർ വേണം. പണ്ട് 90 കാലഘട്ടത്തിലെ പൾസ് അറിയാവുന്നവരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട മന്ത്രിയായിട്ട്. ഇനിയിപ്പോൾ KC വേണുഗോപാൽ, അയാളെ ശരിക്കും പറഞ്ഞാൽ അയാളെ വെറുത്തുപോയി ജനങ്ങൾ. കാരണം അയാൾക്കൊരു മര്യാദ ഇല്ല എന്നുള്ളതാണ് സത്യം. അയാളെ MP ആക്കി ജയിപ്പിച്ചു വിട്ടിട്ട് ആ ജനങ്ങളോട് ഒരു കൂറും കടപ്പാടും ഒന്നും കാണിക്കാതെ ഇപ്പൊ ജനങ്ങളുടെ തലക്കിടിച്ചിട്ട് അയാൾക്ക് മന്ത്രിയാവണം. കഷ്ടം തന്നെ.